കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ജാറങ്ങളിലും ദർഗകളിലൊക്കെ പോയിട്ട് മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുകയും സങ്കടങ്ങൾ പറയുന്നതിന് പകരം അള്ളാഹുവിനോട് മാത്രം അബോധികമായ സഹായങ്ങൾ ചോദിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ സമസ്ത ഉണ്ടാക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു എന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടോക്കി. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാനാ സമസ്ത ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്. കേട്ടില്ലേ? ലോകത്ത് വന്ന എല്ലാ റസൂലുമാരെ ചരിത്രം എടുത്ത് പരിശോധിക്കാൻ അള്ളാഹുവിനെ മാത്രം വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ പ്രബോധനം ചെയ്തിട്ടുള്ളത്. എന്നാൽ സമസ്ത ഉണ്ടാക്കുമ്പോൾ ലക്ഷ്യം എന്താ? മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സമസ്തയിലുള്ള സാധുക്കളായ പല ആളുകൾക്കും ഇതറിയില്ല, ഇതാണ് സമസ്ത എന്നുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഈ ഒരു ശിർക്കൻ വിശ്വാസവുമായി കൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ നരകം ഉറപ്പാണ്. കാരണം ശിർക്ക് അല്ലാഹു തആല ഒരിക്കലും പുറത്തു തരില്ല. അപ്പൊ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ യഥാർത്ഥ പാതയിലാണോ, അള്ളാഹും റസൂലും പഠിപ്പിച്ച പാതയിലാണോ ഉള്ളത് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.